പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2ാമത്തെ യൂണിറ്റായ ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന യൂണിറ്റിലെ വിലയിരുത്തൽ ചോദ്യങ്ങൾ വളരെ വിശദമായി പഠിക്കാം. ആദ്യത്തെ ചോദ്യം, ദ ടർക്സ് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ നെസസിറ്റേറ്റഡ് ദ യൂറോപ്യൻസ് ടു ഡിസ്കവർ എ സീ റൂട്ട് ടു ഇന്ത്യ. വൈ? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഇന്ത്യയിലേക്ക് കടൽ മാർഗം വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. എന്തുകൊണ്ട്? തുർക്കികൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്? 1453, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. ഇങ്ങനെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഇന്ത്യയിലേക്ക് കടൽ മാർഗം വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. അതെന്തുകൊണ്ട് എന്നാണ് ചോദ്യം. When the Turks conquered Constantinople, the trade between India and Europe came to an end. So the Europeans tried to find a sea route to India for trading. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധം അവസാനിച്ചു. അതാണ് ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി പുതിയ കടൽ മാർഗം കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഇന്ത്യയിലേക്കുള്ള കരമാർഗം അടഞ്ഞു. അത് പുതിയ സമുദ്രമാർഗങ്ങൾ തേടാൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. കാരണം ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ അടക്കം യൂറോപ്യൻ വിപണിയിൽ വലിയ ഡിമാൻഡായിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെന്റേഴ്സ് ഇൻ ഇന്ത്യ. ഐഡന്റിഫൈ ദി റീസൺസ്. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. കാരണം വ്യക്തമാക്കുക. എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കഴിയാതെ പോയത് എന്ന് നമുക്ക് നോക്കാം. They did not have enough economic and military resources to compete with other European powers. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ they faced resistance from native forces. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. ഇതാണ് പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ പോയതിന്റെ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കോണ്ടാക്ട് വിത്ത് ദി പോർച്ചുഗീസ് ക്രിയേറ്റഡ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ അവർ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ലൈഫ്. ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ്മെന്റ്. പോർച്ചുഗീസ് ബന്ധങ്ങൾ നമ്മുടെ സാമ്പത്തിക, സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. പ്രസ്താവന വിലയിരുത്തുക. പോർച്ചുഗീസ് ബന്ധം ഇവിടെ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചതാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് പോർച്ചുഗീസ് ബന്ധത്തിലൂടെ ഉണ്ടായത് എന്ന് നമുക്ക് പഠിക്കാം. The trade relation with the Portuguese greatly influenced the agricultural sector of Kerala. പോർച്ചുഗീസുകാരുമായുള്ള വ്യാപാര ബന്ധം കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തി. Agricultural crops like pineapple, guava, papaya, red chilli, cashew, tobacco, etc. that are found in Kerala now were introduced by the Portuguese. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിന്റിംഗ് മെഷീൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ആർട്ട് ഫോം ചവിട്ടുനാടകം വെയർ സം ഓഫ് ദ ഇമ്പാക്ട്സ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായാണ്. മലയാളം വേർഡ്സ് ലൈക്ക് മേശ, കസേര, കുശിനി ആൻഡ് വരാന്ത വേർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് പോർച്ചുഗീസ്. മേശ, കസേര, കുശിനി, വരാന്ത തുടങ്ങിയ മലയാളം വാക്കുകൾ രൂപപ്പെട്ടത് പോർച്ചുഗീസ് ബന്ധങ്ങളിലൂടെയാണ്. പോർച്ചുഗീസ് ബന്ധങ്ങളിലൂടെ കേരളത്തിൽ രൂപപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? മേശ, കസേര, വരാന്ത, കുശിനി. ദ പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ക്രിസ്ത്യാനിറ്റി ഇൻ കേരള. പോർച്ചുഗീസുകാർ കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. ഇത്തരത്തിൽ പോർച്ചുഗീസ് ബന്ധങ്ങൾ നമ്മുടെ സാമ്പത്തിക, സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വെർ ദി കുഞ്ഞാലിമരക്കാർസ്? എക്സ്പ്ലെയിൻ ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. കുഞ്ഞാലിമരക്കാർമാർ ആരായിരുന്നു? ഇന്ത്യാ ചരിത്രത്തിൽ ഇവരുടെ പ്രാധാന്യം വിലയിരുത്തുക എന്നാണ് ചോദ്യം. കുഞ്ഞാലിമരക്കാർമാരെ കുറിച്ച് നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ വളരെ വിശദമായി പഠിച്ചതാണ്. ആരാണ് കുഞ്ഞാലിമരക്കാർമാർ?
കുഞ്ഞാലിസ് were the commander of the naval force of സാമോരിൻ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർമാർ. കുഞ്ഞാലിമരയ്ക്കാർസ്, the admirals of Samorin's naval force, led the resistance against the Portuguese in the Malabar region. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരയ്ക്കാർമാർ ആയിരുന്നു. ദി കുഞ്ഞാലീസ് who fought against the naval supremacy of the Portuguese have a great place in the history of Kerala. പോർച്ചുഗീസുകാരുടെ നാവിക മേധാവിത്വത്തിനെതിരെ പോരാടിയ കുഞ്ഞാലിമാർക്ക് കേരള ചരിത്രത്തിൽ മഹത്തായ സ്ഥാനമുണ്ട്. ഓർമ്മിച്ചിരിക്കേണ്ടത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർമാർ. പോർച്ചുഗീസുകാർക്കെതിരെ മലബാർ തീരം കേന്ദ്രീകരിച്ചുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരയ്ക്കാർമാർ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമിൻ ദി റീസൺസ് ഫോർ ദി ഡിഫീറ്റ് ഓഫ് ദി ഫ്രഞ്ച് ഇൻ കർണാട്ടിക് വാഴ്സ്. കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ പരിശോധിക്കുക. കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധം നടന്നത്. കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ഇംഗ്ലീഷുകാരാണ്. ഫ്രഞ്ചുകാർ കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെടാനുള്ള കാരണം ദ ഇംഗ്ലീഷ് ഹാഡ് എ പവർഫുൾ നേവി ഫോഴ്സ് ആൻഡ് വെപ്പൺസ്. ഇംഗ്ലീഷുകാർക്ക് ശക്തമായ നാവികസേനയും ആയുധങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് ദ ഫ്രഞ്ച് ഫോഴ്സ് ആൻഡ് വെപ്പൺസ് വെർ വീക്ക്. എന്നാൽ ഫ്രഞ്ച് സേനയും അവരുടെ ആയുധങ്ങളും ദുർബലമായിരുന്നു. ഫ്രഞ്ച് സൈന്യത്തെക്കാൾ ശക്തമായ നാവികസേനയും ആയുധങ്ങളും ഇംഗ്ലീഷ് സൈന്യത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർണാട്ടിക് യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർക്ക് വിജയിക്കാൻ സാധിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. ക്രോണോളജിക്കൽ ഓർഡർ അതായത് കാലഗണനയനുസരിച്ച് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സംഭവങ്ങളും നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്താനാണ്. അതായത് ആദ്യം നടന്ന സംഭവം ആദ്യം എഴുതുക, അതിനുശേഷം അടുത്ത് നടന്ന സംഭവം ഏതാണോ അത് എഴുതുക. അങ്ങനെ ഓരോ സംഭവങ്ങളും നടന്ന വർഷക്രമത്തിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള ഇൻസിഡൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ബാറ്റിൽ ഓഫ് പ്ലാസി, പ്ലാസി യുദ്ധം. ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ, കൊളച്ചൽ യുദ്ധം. ദ അറൈവൽ ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ, ഡച്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. ദ അറൈവൽ ഓഫ് വാസ്കോഡ ഗാമ ഇൻ കാലിക്കട്ട്, വാസ്കോഡ ഗാമ കോഴിക്കോട്ടെത്തി. ദി അറൈവൽ ഓഫ് ദി ഫ്രഞ്ച് ഇൻ ഇന്ത്യ, ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. ഈ ഉത്തരം എഴുതാൻ ഓരോ സംഭവങ്ങളും നടന്ന വർഷങ്ങൾ ആദ്യം അവയ്ക്ക് നേരെ രേഖപ്പെടുത്താം. ദി ബാറ്റിൽ ഓഫ് പ്ലാസി, പ്ലാസി യുദ്ധം നടന്നത് എപ്പോഴാണ്? 1757, 1757. ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ, കൊളച്ചൽ യുദ്ധം നടന്നത് എപ്പോഴാണ്? 1741, 1741 കൊളച്ചൽ യുദ്ധം നടന്നത്. ദി അറൈവൽ ഓഫ് ദി ഡച്ച് ഇൻ ഇന്ത്യ, കച്ചവടത്തിനായി ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് എപ്പോഴാണ്? 1602, 1602. ദി അറൈവൽ ഓഫ് വാസ്കോഡ ഗാമ ഇൻ കാലിക്കട്ട്, വാസ്കോഡ ഗാമ കോഴിക്കോട്ടെത്തിയത് 1498, 1498. ദി അറൈവൽ ഓഫ് ദി ഫ്രഞ്ച് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഫ്രഞ്ചുകാർ കച്ചവടത്തിനെത്തിയത് എപ്പോഴാണ്? 1664, 1664. ഇപ്പോൾ നമുക്ക് ഓരോ സംഭവങ്ങളും നടന്ന വർഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സംഭവങ്ങളിൽ ആദ്യം നടന്നത് ആദ്യം എഴുതുക. തുടർന്ന് ഓരോ സംഭവങ്ങളും നടന്ന വർഷക്രമത്തിൽ രേഖപ്പെടുത്തിയാൽ ഇതിന്റെ ഉത്തരം കിട്ടും. ഇവിടെ ആദ്യം നടന്ന സംഭവം ഏതാണ്? ദി അറൈവൽ ഓഫ് വാസ്കോഡ ഗാമ ഇൻ കാലിക്കട്ട്, വാസ്കോഡ ഗാമ കോഴിക്കോട്ടെത്തി. അടുത്തു വരേണ്ടത് ദി അറൈവൽ ഓഫ് ദി ഡച്ച് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഡച്ചുകാർ കച്ചവടത്തിനെത്തി. അടുത്തു വരേണ്ടത് ദ അറൈവൽ ഓഫ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ, ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. അടുത്തു വരേണ്ടത് ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ, കൊളച്ചൽ യുദ്ധം. അവസാനം ദ ബാറ്റിൽ ഓഫ് പ്ലാസി, പ്ലാസി യുദ്ധം. ഇവിടെ ആദ്യം നടന്ന സംഭവം ആദ്യവും തുടർന്ന് ഓരോ സംഭവങ്ങളും നടന്ന വർഷക്രമത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഐറ്റംസ് ഗിവൺ ഇൻ എ ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക് സ്പേസസ് ഇൻ ബി ബേസ്ഡ് ഓൺ ദി സെയിം റിലേഷൻഷിപ്പ്. എ വിഭാഗത്തിലെ രണ്ട് ഘടകങ്ങളുടെയും പരസ്പര ബന്ധം കണ്ടെത്തി അതുപോലെ ബി വിഭാഗത്തിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നാണ് ചോദ്യം. എ കോളത്തിൽ ആദ്യം നൽകിയിരിക്കുന്നത് ഗോവയാണ്. ഗോവ പോർച്ചുഗീസുകാരുടെ മേജർ ട്രേഡ് സെന്റർ ആണ്. പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമാണ് ഗോവ. അങ്ങനെയാണെങ്കിൽ പോണ്ടിച്ചേരി, പോണ്ടിച്ചേരി ആരുടെ ട്രേഡ് സെന്റർ ആണ്? ആൻസർ ഫ്രഞ്ച്, ഫ്രഞ്ചുകാരുടെ വാണിജ്യ കേന്ദ്രമാണ് പോണ്ടിച്ചേരി. സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ലോർഡ് വെല്ലസ്ലിയാണ്.
അങ്ങനെയാണെങ്കിൽ ദി ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് എന്നാണ് നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ആരാണ്? ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭുവാണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഈ യൂണിറ്റിന്റെ മുഴുവൻ പഠന പ്രവർത്തനങ്ങളുടെയും ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാണാത്തവർ അതുകൂടി കാണുക. അടുത്ത യൂണിറ്റിന്റെ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.